കുഞ്ഞാപ്പൂസ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് മാക്സിമ മിനിമ എന്നതിനെ പറ്റിയിട്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മീൻ വാല്യൂ തിയറം. ഓക്കെ, മീൻ വാല്യൂ തിയറം എന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറമാണ്. നാച്ചറിനെ സംബന്ധിച്ച് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് മീൻ വാല്യൂ തിയറം. എന്താണ് മീൻ വാല്യൂ തിയറം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഫംഗ്ഷൻ ഉണ്ട്, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ അത് കണ്ടിന്യൂസും, അതുപോലെ തന്നെ അത് ഡിഫറൻഷ്യബിൾ ആണ് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലാണ് എങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഒരു പോയിൻ്റ് ഉണ്ടായിരിക്കും, x0 എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ടായിരിക്കും. ഏത്? ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ. ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് x0 എന്ന് പറയുന്നത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ആയിരിക്കും. നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് അറിയാം. എന്തായിരുന്നു? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ എക്സ് ടെൻസ് ടു x0 അല്ലേ, എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സംതിങ് എക്സ് അല്ലെങ്കിൽ എക്സ് പ്ലസ് x0 അങ്ങനെയും പറയാറുണ്ട്. മൈനസ് എഫ് ഓഫ് x0 ഡിവൈഡഡ് ബൈ x0 മൈനസ് ഡെൽറ്റ എക്സ് എന്നും പറയാറുണ്ട്. ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന മോഡലിലാണ് നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഈ മോഡലിൽ തന്നെയാണ് എന്താണ്, അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം, ആ ലിമിറ്റ് അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അല്ലേ, ഈ കുഞ്ഞാപ്പും ഈ സംഭവം കൂടി അപ്ലൈ ചെയ്യുന്നതിനെയാണ് മീൻ വാല്യൂ തിയറം എന്ന് പറയുന്നത്. അതായത് മീൻ വാല്യൂ തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് x0 ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 കൺസിക്യൂട്ടീവ് ടേംസുകൾ ഇതിൽ പഠിക്കാണ്ട് നമുക്ക് ഒന്ന് മീൻ വാല്യൂ തിയറത്തിൻ്റെ കൺസീക്വൻസ്. അതായത് ഒരു വാല്യൂ എയും ബി എന്ന് പറയുന്ന 2 വാല്യൂസ് ഉണ്ട്. എല്ലാ ഡെറിവേറ്റീവ്സും എല്ലാ എക്സിൻ്റെയും ഡെറിവേറ്റീവ്സിൻ്റെ വാല്യൂസ് ഇതിൻ്റെ ഇടയിലാണ് എങ്കിൽ നിർബന്ധമായിട്ടും നമുക്ക് ഈ 2 പോയിൻ്റുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പോയിൻ്റുകളുടെ ഡിഫറൻസും ഇതിൻ്റെ ഇടയിലായിരിക്കും. അതായത് ആ പോയിൻറ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ബൈ x2 മൈനസ് x1 ഇതിൻ്റെ ഇടയിലായിരിക്കും, എൻ്റെയും ബിൻ്റെയും ഇടയിലായിരിക്കും ഒന്നാമത്തെ പോയിൻ്റ്. അതാണ്. രണ്ടാമത്തെ പോയിൻ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ് എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, എഫ് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ്. എഫ് കോൺസ്റ്റൻ്റ് പറഞ്ഞാൽ 4, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുക, അല്ലെങ്കിൽ സം നമ്പർ എഴുതുന്നതിനെയാണ് നമ്മൾ അങ്ങനെ പറയാറുള്ളത്. ഇനി അടുത്തത് മൂന്നാമത്തെ കുഞ്ഞാപ്പാണ്. എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ബി കണ്ടിന്യൂസ് ഫംഗ്ഷനും അതുപോലെ തന്നെ ഡെറിവേറ്റീവ് രണ്ടിൻ്റെയും ഡെറിവേറ്റീവ് ഈക്വലും ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് എക്സിസ്റ്റ് ചെയ്യും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജി എക്സ് പ്ലസ് സി ആണ് എന്നുള്ള കൺസെപ്റ്റ്. ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാ നോക്കാം നമുക്ക്. ആദ്യത്തെ പ്രോബ്ലം, ഒന്നാമത്തെ എക്സാമ്പിളാണ്. എക്സാമ്പിൾ, സപ്പോസ് ദാറ്റ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഹോൾ റിയൽ ലൈൻ, എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് എ കോൺസ്റ്റൻറ്റ് ആണ് എങ്കിൽ പ്രൂവ് ദാറ്റ് എഫ് ഈസ് എ ലീനിയർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലീനിയർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സം എം എക്സ് പ്ലസ് സി എന്ന് പറയുന്ന മോഡൽ എഴുതാൻ കഴിയുന്നതിനെയാണ് നമ്മൾ ലീനിയർ എന്ന് പറയും. ഓക്കെ, ലീനിയർ എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ ലീനിയർ എന്ന് പറയും. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറയുന്ന മോഡലിൽ എഴുതുന്നതിനെയാണ് നമ്മൾ ലീനിയർ എന്ന് പറയും. ഓക്കെ, നമുക്ക് ലീനിയർ ആണോ നോക്കാം. അതിന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൊല്യൂഷൻ ഹിയർ നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു സം എം ആണ് എന്നത്. ഇനി നമുക്ക് എന്താണ്, എഫ് ഈസ് ലീനിയർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ദർ എക്സിസ്റ്റ് അല്ലേ. അങ്ങനെയാണ് എങ്കിൽ ബൈ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം അല്ലെങ്കിൽ മീൻ വാല്യൂ തിയറം മീൻ വാല്യൂ തിയറം നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു എഫ് ഓഫ് ദർ എക്സിസ്റ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ഓക്കെ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു സം എഫ് ഓഫ് x minus f of 0
സംതിങ് ഞാൻ അപ്ലൈ ചെയ്യാണ്. ഇത് നമ്മളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഞാനിപ്പം ഇതെടുക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ അതിനെ പറയുകയാണെങ്കിൽ x1 x2 നമ്മളുടെ ഈ കൺസെപ്റ്റ്സ് ഉപയോഗിക്കാം. എന്താ ഇവിടെ ആദ്യം നമ്മൾ പറഞ്ഞിട്ടില്ലേ ദർ എക്സിസ്റ്റ് x1 x2 എന്ന് പറയുന്ന കൺസെപ്റ്റ്സ്. ഓക്കെ, അത് ഉപയോഗിക്കാം. അതായത് നമ്മളുടെ ഇവിടെ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എം ആണ്. അങ്ങനെയാണ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യത്തെ കൺസീക്വൻസ് എടുക്കുക. ഈ കൺസീക്വൻസിൽ എ ബി എടുക്കുക. അപ്പം ഇഫ് എ ഈക്വൽ ടു എം, ബി ഈക്വൽ ടു എം ആണ് എന്നെടുത്തു. അതുപോലെ തന്നെ x1 ഈക്വൽ ടു എന്താണ്, x1 ഈക്വൽ ടു 0 എടുത്തു. x1 ഈക്വൽ ടു 0 ആൻഡ് x2 ഈക്വൽ ടു എക്സ് എന്നെടുത്തു. x2 ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ ദെൻ നമുക്ക് എന്ത് പറയാൻ പറ്റും, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 അല്ലേ, ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയാൻ പറ്റും അല്ലേ, തൊട്ട് മുമ്പത്തെ കൺസെപ്റ്റ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് എം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഈസ് എം ആണ്. എഫ് ഓഫ് x2 എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ്, x2 എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, മൈനസ് എഫ് ഓഫ് x1 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ 0 ആണ്. എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 0 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ടും ഈക്വൽ ടു എം ആണ് എങ്കിൽ, അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്, എഫ് ഓഫ് എക്സ് തന്നെ. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് 0. ഏത് എഫ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഏതാണ് എന്നുള്ള കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നോക്കണം. അപ്പോൾ എഫ് ഓഫ് 0 ഞാൻ എന്ത് ചെയ്തു, അതിന് എഫ് ഓഫ് 0 ദാറ്റ് ഈസ് എ സം കോൺസ്റ്റൻറ്റ് അല്ലേ, മൈനസ് എഫ് ഓഫ് 0 ഇത് എഫ് ഓഫ് 0 ആക്കിയെടുത്തു, വിച്ച് ഈസ് ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു എം എന്നാണ് കിട്ടുക. വിച്ച് ഇംപ്ലൈസ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സിനപ്പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, മൈനസ് എഫ് ഓഫ് 0 അപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പ്ലസ് ആയി മാറും. അതായത് എം എക്സ് പ്ലസ് എഫ് ഓഫ് 0 ദാറ്റ് ഈസ് എ സം കോൺസ്റ്റൻറ്റ്. സോ എന്താണ്, എഫ് ഓഫ് എക്സ് ഈസ് എ ലീനിയർ എന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 2 ഡൗട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, എഫ് ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 1, 3, അതായത് എ ബിക്ക് പകരം ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ 1, 3. സപ്പോസ് ദാറ്റ് ഫോർ ഓൾ എക്സ് ഇൻ 1, 3 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ദിസ് ആണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പ്രൂവ് ദാറ്റ് എഫ് ഡാഷ് അതായത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് 3 മൈനസ് എഫ് ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ് എന്ന് പ്രൂവ് ചെയ്യാം. ഇതിന് നമുക്ക് എന്ത് ചെയ്താൽ സൊല്യൂഷൻ സിമ്പിളാണ്. മീൻ വാല്യൂസ് തിയറം എന്താണ് പറയുന്നത്, ബൈ മീൻ വാല്യൂ തിയറം ദർ എക്സിസ്റ്റ് an x0 അല്ലെങ്കിൽ x0 such that f dash of x0 ഈക്വൽ ടു എന്താ വരിക, എഫ് ഡാഷ് ഓഫ് x0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ വാല്യൂ തിയറം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മീൻ വാല്യൂ തിയറം പറയുന്നത്, എഫ് ഡാഷ് ഓഫ് x0 എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. അതായത് ഇവിടെ ബി എന്താണ് 3 ആണ്, എ എന്താണ് 1 ആണ്. അപ്പോൾ എന്താണ് എഫ് ഓഫ് 3 മൈനസ് എഫ് ഓഫ് 1 ബൈ 3 മൈനസ് 1. പക്ഷേ ഇവിടെ നമുക്ക് അറിയാം ബട്ട് 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് x0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് x0 എന്ന് പറഞ്ഞാൽ ആരാ,
ഈ കുഞ്ഞാപ്പുമാണ്. അപ്പം എഫ് ഓഫ് 3 മൈനസ് എഫ് ഓഫ് 1 ഡിവൈഡഡ് ബൈ 3 മൈനസ് 1 എന്ന് പറയുമ്പോൾ 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇനി 2നെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എടുത്തിട്ടുണ്ട് എങ്കിൽ വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും? 1 ഇൻറ്റു 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് 3 മൈനസ് എഫ് ഓഫ് 1 അല്ലേ, ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു 2 4 എന്ന് കിട്ടി. ഹെൻസ് ദി ആൻസർ അല്ലേ. അപ്പോൾ നമുക്ക് അതും കഴിഞ്ഞു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ഇതാണ് നമ്മളുടെ ആൻസർ. ഇനി അടുത്തൊരു എക്സാമ്പിൾ 3. എക്സാമ്പിൾ 3 എന്താ നോക്കാം. സപ്പോസ് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എക്സ് ആൻഡ് എഫ് ഓഫ് 3 ഈക്വൽ ടു 2 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് കാണാനാണ് പറഞ്ഞത്. എങ്ങനെ കാണുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എക്സിൻ്റെ ഡെറിവേറ്റീവ്, അതായത് എക്സ് ഡെറിവേറ്റീവ് ആയിട്ടുള്ള ആൾ ഇതാണ് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടുത്തെ സൊല്യൂഷൻ കാണുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുഞ്ഞാപ്പ് ഏത് മോഡൽ അയച്ചാൽ നമ്മൾ നേരത്തെ ഒരു കൺസീക്വൻസ് പറഞ്ഞിരുന്നു 3 തേർഡ് കൺസീക്വൻസ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സിൻ്റെയും ഡെറിവേറ്റീവ് സെയിം ആണ് എങ്കിൽ ജി ഓഫ് എക്സ് പ്ലസ് സി ആണ് എന്ത് എന്നുള്ള കൺസെപ്റ്റ്. അതിന് എന്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇൻ്റഗ്രലി എഫ് ഡാഷ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, അതായത് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ എന്താണ്, എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അല്ലേ, ഇഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് എടുത്തു, എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ ബൈ 2 ആണ് എക്സിൻ്റെ ഇൻ്റഗ്രൽ. ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അങ്ങനെ ആണെങ്കിൽ ഡെറിവേറ്റീവ് വിച്ച് ഇംപ്ലൈസ് ജി ഡാഷ് ഓഫ് എക്സ് എന്താണ് വരിക, ഈക്വൽ ടു എന്താ വരിക, എക്സ് ആണ് വരിക. എക്സ് സ്ക്വയർ 2x ബൈ 2 എന്ന് പറയുമ്പോൾ 2 ക്യാൻസൽ ചെയ്യും, എക്സ് തന്നെ വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ് വരിക, ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് സി. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി അല്ലേ. ഇനി നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് 3 എന്താണ് 2 ആണ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് 3 ഈക്വൽ ടു 2 വിച്ച് ഇംപ്ലൈസ് 3 കൊടുക്കുക ഇതില്ലേ. അങ്ങനെ ആണെങ്കിൽ എന്താ കിട്ടുക, എഫ് ഓഫ് 3 എക്സിന് പകരം 3 കൊടുത്താൽ എക്സ് സ്ക്വയറിന് 3 കൊടുക്കുമ്പോൾ 3 സ്ക്വയർ ബൈ 2 പ്ലസ് സി ഈക്വൽ ടു 2 കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിന് എന്ത് കിട്ടും, വിച്ച് ഇംപ്ലൈസ് 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ബൈ 2 പ്ലസ് സി ബൈ 2. ഇനി സി ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്, 9 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 2 ബൈ 9 ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 4 മൈനസ് 9 എന്ന് പറയുമ്പോൾ -5 ബൈ 2. അപ്പോൾ സീൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, എക്സ് സ്ക്വയർ ബൈ 2 അല്ലേ, എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ബൈ 2. ദിസ് ഈസ് ദി അവർ ആൻസർ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇതേ മോഡൽ വേറൊരു ക്വസ്റ്റ്യനാണ് എക്സാമ്പിൾ. അടുത്ത എക്സാമ്പിൾ 4. അതായത് വെലോസിറ്റി, ഒരു ട്രെയിനിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ബിറ്റ്വീൻ 40 ആൻഡ് 50 കിലോമീറ്റർ പെർ ഹവർ ആണ്. അതായത് ഫോർ എ ട്രിപ്പ് ഓഫ് 200 കിലോമീറ്റേഴ്സ്. അതായത് ഒരു ട്രെയിൻ ഉണ്ട്, ആ ട്രെയിന് 200 കിലോമീറ്റർ ഓടണം എന്നുണ്ടെങ്കിൽ, അതായത് എ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഓടണമെങ്കിൽ ഇത് എന്ന് പറയുന്നത് 200 കിലോമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ പക്ഷേ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 40 to 50. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ, ഡെറിവേറ്റീവാണ്, ഡെറിവേറ്റീവ് ഓഫ് ഡിസ്റ്റൻസ് അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡെറിവേറ്റീവാണ്. ഓക്കെ, അപ്പം 20 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ക്യാൻ യു സീ അബൌട്ട് ദി ഡ്യൂറേഷൻ ഓഫ് ദി ട്രിപ്പ്. ഈ ട്രിപ്പിൻ്റെ ഡ്യൂറേഷൻ എത്ര മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ എത്ര മണിക്കൂറിനിടയിൽ അവിടെ എത്തും എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. പ്രൂഫ് വളരെ വളരെ സിമ്പിളാണ്. ഇതിൽ നിന്നും തന്നെ കിട്ടുന്നതാണ് പ്രൂഫ്.
പക്ഷേ നമുക്ക് മീൻ വാല്യൂ തിയറം ഉപയോഗിച്ചിട്ട് ചെയ്യണം. ഇവിടെ സംബന്ധിച്ച് എ ഈക്വൽ ടു എന്താണ് 40 എന്ന് എടുക്കുക, ബി ഈക്വൽ ടു എന്താണ് ക്യാപിറ്റൽ ബി ഈക്വൽ ടു 50 എടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലൊരു കൺസീക്വൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുകളിലൊരു കൺസീക്വൻസ് ഉണ്ടായിരുന്നു, എ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്ന മോഡൽ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലേ, അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാവുമ്പോൾ നമ്മൾ അതിൽ നിന്നും കിട്ടി നമുക്ക് എന്ത് കിട്ടും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ ഇവിടെ കിട്ടാൻ പോവുകയാണ്. അതായത് നമ്മൾ എയും ബിയും എടുത്തു കഴിഞ്ഞു, താഴോട്ട് എടുക്കണം അല്ലേ, താഴത്താണ് ക്വസ്റ്റ്യൻ, ഇവിടെ എത്തി. അപ്പം ബി 50 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്ക് മീൻ വാല്യൂ തിയറം പറയാൻ ദർ എക്സിസ്റ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ അല്ലേ ബൈ മീൻ വാല്യൂ തിയറം MVT, അതിനെയാണ് നമ്മൾ MVT മീൻ വാല്യൂ തിയറം പ്രകാരം നമുക്ക് എഴുതാൻ പറ്റും എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് അങ്ങനെ എഴുതുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, എ സം എക്സ് നോട്ട് എടുക്കുക, അവിടെ എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഡാഷിൻ്റെ സ്ഥാനത്ത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും, കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ല. ഇനി നമുക്ക് ഇതിൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതിൻ്റെ എന്താണ് ഡിഫറൻസ് ആണ്. അതായത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് 200 കിലോമീറ്റർ എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ബി മൈനസ് എ നമുക്ക് കാണേണ്ടത് എന്താണ്, ബി മൈനസ് എ എത്ര, അതായത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര വരും എന്നുള്ളതാണ് കാണേണ്ടത്. അതായത് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ആണ് ഹവർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്കറിയാം ഇത് 40 ആണ് എ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ എന്ത് കിട്ടും 200 ആണ് എഫ് ഓഫ് ബി മൈനസ് എ എന്ന് പറയുന്നത്, ബി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. ഇനി 200 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 40 ഡിവൈഡഡ് ബൈ 200 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഒക്കെ പോക്കാം 1 ബൈ ബി മൈനസ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ബൈ 200. ഓക്കെ, ദാറ്റ് മീൻസ് അതിൽ നിന്നും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റും. എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും, 40 എന്ന് പറയുന്നത് ഇത് എന്തായി മാറും, 1/4, 4 5 20, അപ്പോൾ അത് 1/5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ ബി മൈനസ് എ അല്ലേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ 5 4 20, അപ്പം 1/4. ഓക്കെ, വിച്ച് ഇംപ്ലൈസ്, ഇനി ഇത് തല തിരിക്കുക എന്ന് പറയുമ്പോൾ എന്തായി മാറും, 5 വരും. 5 വരുമ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവും അല്ലേ, ബി മൈനസ് എ എന്ന് വരും, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 4 ആവും. അപ്പം ഇത് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹവേഴ്സ് എന്ന് പറയുന്നത് എത്രേൻ്റെ ഇടയിലാണ് വരിക എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് ബിറ്റ്വീൻ നമ്മളോട് ക്വസ്റ്റ്യൻ എന്താണ്, about the duration of the trip അല്ലേ, duration of the trip, that is duration of the trip is between 4 hours to 5 hours. 4 hours to 5 hours ആണ് വരിക. ഓക്കെ, ഇത്രയാണ് വരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഹോംവർക്കാണ്, ചെയ്യണം ഹോംവർക്ക്. സപ്പോസ് ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1/2 ആൻഡ് ഡിഫറൻഷ്യേബിൾ ആണ് ഓൺ 0 ഓപ്പൺ ഇൻ്റർവൽ 0 1/2
അങ്ങനെയാണ് എങ്കിൽ നമ്മളോട് പറഞ്ഞത് എന്താണ്? അതുപോലെ തന്നെ 0.3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് 1 ആണ്. അങ്ങനെയാണ് എങ്കിൽ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? എഫ് ഓഫ് 1/2 മൈനസ് എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്? ബിറ്റ്വീൻ ആയിരിക്കണം 0.15ൻ്റെയും 0.5ൻ്റെയും ഇടയിലാണ് എന്ന് പ്രൂവ് ചെയ്യണം. അതിനെന്താണ്? മീൻ വാല്യൂ തിയറം തന്നെ ഉപയോഗിച്ചാൽ മതി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സപ്പോസ് ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ 3-5 ആൻഡ് ഡിഫറൻഷ്യബിൾ ആണ്. ഓപ്പൺ ഇൻ്റർവെൽ 3-5 ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെയാണ് എങ്കിൽ ഡെറിവേറ്റീവ് പ്രകാരം 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഷോ ചെയ്യാൻ പറഞ്ഞത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് 5 മൈനസ് എഫ് ഓഫ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4/3 ആണ് എന്ന് പ്രൂവ് ചെയ്യാം. ഇതും നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനുകളും നിങ്ങൾ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ചോദിക്കണം, മറക്കരുത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.